തെന്നിന്ത്യൻ താരറാണി നയൻതാരയ്ക്ക് വിവാദങ്ങളൊഴിഞ്ഞ സമയമില്ല. ഒന്നിനു പിറകെ ഒന്നായി നടിയെ തേടി വിവാദങ്ങളും ഗോസിപ്പുകളും എത്തുന്നു. താൻ വെറുതെ വീട്ടിലിരുന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നെ തേടി വരുമെന്നാണ് നയൻതാര ഒരിക്കൽ പറഞ്ഞത്. മുൻകോപമാണ് പലപ്പോഴും നയൻതാരയ്ക്ക് വിനയാകാറ്. ഒന്നിലേറെ തവണ നടിയുടെ ദേഷ്യം സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ താരത്തെ അധികം കാണാത്തതിന് കാരണവും ഇതുതന്നെയാണ്. സിനിമ കഴിഞ്ഞാൽ തൻ്റെ കുടുംബജീവിതത്തിനാണ് നയൻതാര ശ്രദ്ധ നൽകുന്നത്. സിനിമാ ലോകത്തെ പാർട്ടികളിലോ മറ്റോ നയൻതാരയെ കാണാറില്ല. ഇപ്പോഴിതാ നയൻതാരയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നടി താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെ അയൽവാസികളുമായി പ്രശ്നത്തിലാണെന്നാണ് വിവരം. മാധ്യമപ്രവർത്തകനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ദേഷ്യക്കാരിയായ നയൻതാരയെ അയൽവാസികൾ സഹിക്കുകയാണെന്ന് മാധ്യമപ്രവർത്തകൻ പറയുന്നു. എൻ്റെ സുഹൃത്ത് ഈ അപ്പാർട്ട്മെൻറ്റിലുണ്ട്. അവൻ്റെ കുടുംബാംഗങ്ങൾ നാട്ടിൽ നിന്ന് വന്നു. കുട്ടികളുമെല്ലാം ഉണ്ട്. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമെന്ന് അവർക്ക് ആഗ്രഹം. അവിടെ പോയപ്പോൾ നയൻതാര 2 കുട്ടികളെയും കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുട്ടികൾ പൂളിൽ ആസ്വദിക്കവേ അത് വീഡിയോ എടുത്തു. ക്യാമറ തിരിച്ചപ്പോൾ നയൻതാരയുടെ കുട്ടികളും അതിൽ പതിഞ്ഞു. ഓടി വന്ന നയൻതാര ഫോൺ പിടിച്ചു വാങ്ങി എല്ലാവരെയും ആട്ടിപ്പായിച്ചു. കരഞ്ഞുകൊണ്ടുവന്ന കുട്ടികൾ ആ ആൻറ്റി ഞങ്ങളെ വിരട്ടിവിട്ടെന്ന് പറഞ്ഞു. അവർ വഴക്കിന് പോയില്ല, ഒരു പരാതിക്ക് പോയി. മറ്റൊരു കാര്യം, നയൻതാരയ്ക്ക് 50-60 ചെരുപ്പുകളുണ്ട്. ഇത് വീടിനുള്ളിൽ വെക്കില്ല. അപ്പാർട്ട്മെൻറ്റിന് പുറത്ത് ഇങ്ങനെ ചെരുപ്പ് വെക്കുന്നത് അടുത്തുള്ളവർക്ക് ദേഷ്യമുണ്ടാക്കുന്നുണ്ട്. ഈ ചെരുപ്പുകൾ ഉള്ളിൽ വെച്ചുകൂടെ എന്ന് ചോദിച്ചതിന് അത് വലിയ പ്രശ്നമായി. വീട്ടിലെ ജോലിക്കാർക്ക് ഈ ചെരുപ്പുകൾ തുടച്ചു വയ്ക്കണം. ഡെലിവറി ബോയ്സുമായും നയൻതാരയ്ക്കും പ്രശ്നമുണ്ടെന്ന് മാധ്യമപ്രവർത്തകൻ പറയുന്നു. നയൻതാരയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ അവർ ഭയപ്പെടുന്നു. വരുന്നവരെല്ലാം വഴക്കു പറയുന്നു. ഇതെല്ലാം എവിടെ പോയി അവസാനിക്കുമെന്നറിയില്ല. മക്കളെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. അടുത്തു പോയാൽ പോലും വഴക്കിടുന്നു. പോയസ് ഗാർഡനിലെ ഭാഷ്യം അപ്പാർട്ട്മെൻറ്റിൽ ഒരു വലിയ വീട് നയൻതാര വാങ്ങിയിട്ടുണ്ട്. ആ വീട്ടിലേക്ക് മാറിയിട്ടില്ല. താരവും കുടുംബവും ആ വീട്ടിലേക്ക് മാറട്ടെ എന്നാണ് അപ്പാർട്ട്മെൻറ്റിലുള്ളവർ പ്രാർത്ഥിക്കുന്നതെന്നും മാധ്യമപ്രവർത്തകൻ പറയുന്നു. നേരത്തെ താമസിച്ച അപ്പാർട്ട്മെൻറ്റിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നയൻതാരയുണ്ടാക്കിയെന്നും പറയുന്നുണ്ട്. നേരത്തെയും നയൻതാരയ്ക്കെതിരെ മാധ്യമപ്രവർത്തകൻ രംഗത്ത് വന്നിട്ടുണ്ട്. മക്കൾ പിറന്ന ശേഷം ഷൂട്ടിങ്ങിന് പ്രത്യേക നിബന്ധനകളുണ്ടെന്ന് അന്ന് മാധ്യമപ്രവർത്തകൻ പറഞ്ഞിരുന്നു. 11 മണിക്ക് ഷൂട്ടിങ്ങിന് എത്തൂ, വീട്ടിന് 20 കിലോമീറ്റർ അപ്പുറത്ത് ഷൂട്ടിങ്ങിനെത്തില്ല എന്നീ നിബന്ധനകളാണ് നടിക്കുള്ളതെന്നും അയാൾ പറഞ്ഞു.